Today we have discussed about module 2 of business research method, phases of business research. First we have to discuss about the important phases of business research. Mainly 6 steps or phases are included in business research. Problem definition, development of an appropriate approach to the problem, research design formulation, data collection, data analysis and interpretation, report preparation and presentation. Then problem definition. In case of all types of research, the first step is problem definition. In case of business field, there are number of business problems are there, and business problem definition involves stating the general management research problem and identifying the specific components. Business problem can be classified into 4 categories. Existing problem of routine nature, or problem areas needing improvement, or culture issues that may be sensitive or potentially problematic, or some advanced knowledge which may give an edge to the company while competing in the market. ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നിലവിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, ഓർ മേ ബി നിലവിലുള്ള ഒരു പ്രോബ്ലം തന്നെ അത് ഇംപ്രൂവ്മെൻറ്റ് നീഡിങ് ഇംപ്രൂവ്മെൻറ്റ് എന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കാം, ഓർ കൾച്ചറൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ഓർ സം അഡ്വാൻസ്ഡ് നോളേജ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. ദ നെക്സ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമുലേറ്റിംഗ് ആൻ ഒബ്ജക്റ്റീവ് ഓർ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, അനാലിറ്റിക്കൽ മോഡൽസ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഹൈപ്പോത്തസിസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി റിസർച്ച് ഡിസൈൻ. ഒരു ജനറൽ റിസർച്ചിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് എവിഡൻസ് ഉണ്ടായിരിക്കും ആൻഡ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ തിയറി. ഒബ്ജക്റ്റീവ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്യാതേർഡ് ബൈ കമ്പൈലിംഗ് റിലവൻറ്റ് ഫൈൻഡിങ്സ് ഫ്രം സെക്കൻഡറി സോഴ്സസ്. നമുക്കറിയാം സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ഡാറ്റ ദാറ്റ് ഹാസ് ഓൾറെഡി പബ്ലിഷ്ഡ്. മുൻകൂട്ടി ഏതെങ്കിലും സ്റ്റഡിക്ക് മുമ്പേ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അതിൽ നിന്നുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള എവിഡൻസ് ആയിരിക്കാം ഒബ്ജക്റ്റീവ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ദ റിസർച്ചർ ഷുഡ് ഡിപ്പെൻഡ് ഓൺ ആൻ അപ്രോപ്രിയേറ്റ് തിയറി ആസ് ഗൈഡൻസ് ഫോർ റിസർച്ച്. ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ടായിരിക്കും. ഏത് ടോപ്പിക്കും മിക്കവാറും നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു തിയറി ഉണ്ടായിരിക്കും. അപ്പോൾ ആ തിയറിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇരിക്കണം എന്നുള്ളതാണ്. Then analytical model helps researcher to identify the relevant research questions and hypotheses. Analytical മോഡലിൽ ഗ്രാഫിക്കൽ മോഡൽ, വെർബൽ മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ട് ആ റിസർച്ച് പ്രോബ്ലത്തിന് റിലവൻ്റ് ആയിട്ടുള്ള അതിലുണ്ടാകുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ്, റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ ഓർ പ്ലാനിങ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫുൾഫില്ലിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് that provides guidelines how the research should be conducted. എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഷുഡ് സ്പെസിഫൈ ദ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ദ റിസർച്ച് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്, the sampling methodology, the schedule, cost of research. All these data are included in the research design. Mainly for the purpose of conducting research, 2 types of data are used, primary and secondary data. Primary data means it's fresh and information and that can be collected through observation, experimentations and surveys.
While in the case of secondary data that are already collected from already published materials. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുക ദ ആക്ഷൻസ് ഓഫ് റെസ്പോണ്ടൻസ്. ആരിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അവരെ ഒബ്സർവ് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ്. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫസിസ് ഓൺ ഓർ ഫോക്കസസ് ഓൺ ക്രിയേഷൻ ഓഫ് എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് വേർ സം വാരിയബിൾസ് ആർ അലൗഡ് ടു വാരി ആൻഡ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡിഡ്. എക്സ്പെരിമെൻറ്റേഷനിൽ നമ്മൾ ചെയ്യുക ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ചില വേരിയബിൾസിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും, കൺട്രോൾഡ് ആക്കി നിർത്തും, മറ്റതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും, വാരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് തമ്മിലുണ്ടാകുന്ന കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത് എക്സ്പെരിമെൻറ്റേഷനിൽ. സർവേ ആണെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നീടൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിൾ ഡിസൈനാണ്. മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എടുക്കാതെ വി ടേക്ക് എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് സ്റ്റഡി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. ആ പോർഷൻ എടുക്കുന്ന പോർഷനെ എന്ത് പറയുന്നു, സാമ്പിൾ എന്ന് പറയുന്നു. ആ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ സാമ്പിൾ അടിച്ച് പഠിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഡാറ്റ കളക്ഷൻ. വാട്ട് ഈസ് ഡാറ്റ കളക്ഷൻ? ഫീൽഡ് വർക്കാണ് ഡാറ്റ കളക്ഷനിൽ പ്രധാനമായിട്ടുണ്ടാവുക. ഇറ്റ്സ് ക്യാൻ ബി കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ, സർവേ ഓർ എക്സ്പെരിമെൻറ്റ്. ക്വസ്റ്റനെയേഴ്സ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, ഒബ്സർവേഷണൽ ഫോംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഡിവൈസസ് ടു കളക്ട് റോ ഡാറ്റ. റോ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടൂൾസുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻലി 2 phases are involved in the process of collecting data, that is pre-testing and main study. In case of pre-testing, a small subsamples is used and based on that the researcher can determine whether the data collection plan for the whether the data collection plan for the main study is a suitable procedure. Next, fifth phase എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനാണ്. ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് കൂടി ഡാറ്റയെ നമ്മൾ കുറേ ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എഡിറ്റിംഗ് ഡാറ്റയാണ്. റോ ഡാറ്റ ഷുഡ് ബി എഡിറ്റഡ് ബിഫോർ ദി പ്രോസസ് ഓഫ് അനാലിസിസ്. അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, എഡിറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. മൈക്രോ ആൻഡ് മാക്രോ ലെവലിൽ എഡിറ്റിംഗ് നടത്തിയിരിക്കും. ഇൻ മൈക്രോ എഡിറ്റിംഗ് ദ ബേസിക് റെക്കോർഡ്സ് ആർ കറക്റ്റഡ്. കിട്ടിയിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്നുള്ളതാണ് മൈക്രോ ലെവലിൽ. മാക്രോ ലെവലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റ്സ് ആർ കമ്പയർഡ് വിത്ത് ഡാറ്റ ഫ്രം അതർ സർവേസ് ഓഫ് ഫയൽസ് ഏർലിയർ വേർഷൻ ഓഫ് ദി സെയിം ഡാറ്റ. ഇതേ ഡാറ്റ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിഗേറ്റ്സ് അവിടെ കിട്ടുന്ന ആ ഒരു സമ്മ് തന്നെയാണോ ഇവിടെ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യലാണ് മാക്രോ ലെവലിൽ എന്ന് പറയുന്നത്. ദെൻ several types of data edits are also available. Validity edits. For validity edits done to ensure the specified units of measure like kilogram, liters or square meters are written. എല്ലാത്തിലും അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. റേഞ്ച് എഡിറ്റിലാണെങ്കിൽ ഒബ്സർവ് ദാറ്റ് വാല്യൂസ് ആർ വിത്തിൻ ദി പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോമൺ സെൻസ് ലിമിറ്റ്. തന്നിട്ടുള്ള സംഖ്യകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഗ്രൂപ്പായിട്ട് ഏജൊക്കെ അറിയാം നമുക്ക്, ഗ്രൂപ്പായിട്ട് 10 to 20, 20 to 30 അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ നമ്മൾ എങ്ങനെയാണോ തുടങ്ങി വെച്ചിട്ടുള്ളത് ആ ഒരു ലിമിറ്റിൽ തന്നെയാണോ എല്ലാം ചെയ്തിട്ടുള്ളത് നോക്കുക. ദെൻ ദർ ആർ എഡിറ്റ്സ് ഫോർ ഡ്യൂപ്ലിക്കേഷൻ, കൺസിസ്റ്റൻസി ആൻഡ് history. On the other hand, the data errors such as unasked questions ഉണ്ടാവാം, unrecorded answers ഉണ്ടാവും, unsuitable responses ഉണ്ടാവും. ഡാറ്റയിൽ വരാവുന്ന എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. മൊത്തം ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയിൽ ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് വിട്ടുപോയതുണ്ടായിരിക്കും, അല്ലെങ്കിൽ അൺറെക്കോർഡഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കാം, ഓർ അൺസ്യൂട്ടബിൾ റെസ്പോൺസസ് ഉണ്ടായിരിക്കാം.
ദെൻ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലെ ഫസ്റ്റ് സ്റ്റേജാണ് എഡിറ്റിംഗ് ദി ഡാറ്റ. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ബ്ലാങ്ക് റെസ്പോൺസസ്. നമ്മൾ ക്വസ്റ്റ്യനർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ റെസ്പോണ്ടൻസും അതിന് പൂർണ്ണമായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഇഫ് മോർ ദാൻ 25% ഈസ് ലെഫ്റ്റ് ബ്ലാങ്ക്, ഡിസ്കാർഡ് ദി ക്വസ്റ്റ്യനർ. 100 പേർക്ക് കൊടുത്തതിൽ 25%ൽ കൂടുതൽ ആളുകൾ കുറേ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനർ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. ഇൻ അതർ കേസസ് ഓൺലി ഡിലീറ്റ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കാം. 25%ൽ കൂടുതലല്ലാതെ അത്യാവശ്യം പേരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനാണോ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കോഡിംഗ് ആണ്. കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻസേഴ്സ് ഇൻ ടു എ ഫോർമാറ്റ് ദാറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സാധാരണ SPS സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഡാറ്റ അനാലിസിസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റയെ കമ്പ്യൂട്ടറിന് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഭാഷയിലേക്കൊക്കെ മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് എന്ത് പറയുന്നത്, കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡിങ്ങിലിപ്പോൾ ജെൻഡർ, മെയില് ഫിമെയിൽ, മെയിലിൽ 1 കൊടുക്കുക, ഫിമെയിലിന് 2 കൊടുക്കുക. ദെൻ ഏജ് ഗ്രൂപ്പ്സ് നമുക്ക് വേണമെങ്കിൽ 10 to 15, 15 to 20 അങ്ങനെ ഫോർ എക്സാമ്പിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 10 to 15 എന്നുള്ളത് 1, ദെൻ 15 to 22 അങ്ങനെ ചെയ്യുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ടു കാറ്റഗറൈസ് ഡാറ്റ, റിസർച്ചർ പുട്സ് ദം ഇൻ ടു കാറ്റഗറീസ് ഓർ ക്ലാസ്സസ് ഓർ സെഗ്മെൻറ്റ്സ്. ഓരോ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റുക. തന്നിട്ടുള്ള മൊത്തത്തിലുള്ള ഡാറ്റയെ നമ്മൾ ജെൻഡർ വൈസ് ആക്കുക, ഏജ്, റിലീജിയൻ, ഓക്യുപ്പേഷൻ വൈസ്. ഇതാണ് എന്ത് പറയുന്നത്, കാറ്റഗറൈസിങ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എൻറ്ററിങ് ഡാറ്റയാണ്. യൂസിങ് SPS സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടതെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അടുത്ത പറയാനുള്ളത് ഡാറ്റ അനാലിസിസിൻ്റെ ഓബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ്, ഫിൽ ഓഫ് ദി ഡാറ്റ, reliability and validity, hypothesis testing, drawing, conclusion. Fill of the data means list or statements are summarized to get a feel of the data. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസീസ് ഓർ സ്പ്രെഡ് അതെത്ര അറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 100 പേരിൽ നിന്ന് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തു നിൽക്കുക. അപ്പോൾ കുറേ പേരുടെ ഏജ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ജെൻഡർ കൊടുത്തിട്ടുണ്ട്, ഒക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ട്. 100 പേരുടെയും ഒന്നിച്ചിങ്ങനെ കാണുകയാണെങ്കിൽ വി ഹാവ് നോ ഐഡിയ അബൌട്ട് എന്താണ് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ അതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നിങ്ങൾക്കറിയാം, മീന്, മോഡ്, മീഡിയൻ ഇങ്ങനെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആവറേജ് കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ തന്നിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാം. ഏത് ഗ്രൂപ്പിലാണ്, എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ പെട്ടിട്ടുള്ളത്, ഏത് ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ ഡാറ്റയെ കുറച്ചും കൂടി മീനിങ് ആയിട്ടുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. ദ ഡാറ്റ ഷുഡ് ബി ബോത്ത് റിലയബിൾ ആൻഡ് വാലിഡ്. What is reliability? It shows trustworthiness and dependability. ആ ഡാറ്റ നമുക്ക് വിശ്വസനീയമായിരിക്കണം എന്നുള്ളതാണ്, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം. ബട്ട് ദ വാലിഡിറ്റി ഷോസ് അപ്രോപ്രിയേറ്റ്നെസ് ഓർ ഓതൻറ്റിസിറ്റി ഓർ സ്യൂട്ടബിലിറ്റി ഓർ ജെന്യൂനെസ് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിന് ചേർന്നായിരിക്കണം. നമ്മൾ ഏത് ടോപ്പിക്കാണോ ചെയ്യുന്നത് അതുമായിട്ട് ചേർന്ന, അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരിക്കണം. അതിന് അനുയോജ്യമായ ഡാറ്റയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിലൂടെ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെൻഡേറ്റീവ് അസംഷനാണ്. അത് ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ടെസ്റ്റ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡ്രോയിങ് കൺക്ലൂഷൻ.
അനാലിസിസ് ചെയ്തു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതിലൂടെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്സിനെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ഭാഗത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജിലോട്ട് എത്തിക്കുന്നതാണ് ലാസ്റ്റ് പരിപാടി. ദെൻ റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ അനാലിസിസിൻ്റെയൊക്കെ റിപ്പോർട്ട് നമ്മളൊരു റിസൾട്ട് റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അതിൽ എന്തെല്ലാം ഡീറ്റെയിൽസാണ് അടങ്ങിയിരിക്കേണ്ടത്? ഫസ്റ്റ്, an executive summary which consists of synopsis of the problem, findings and recommendation. എക്സിക്യൂട്ടീവ് സമ്മറി ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ an overview of the research. ദെൻ അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ് ഫോർ റെക്കമെൻഡേഷൻ. ദെൻ ടെക്നിക്കൽ അപ്പൻഡിക്സ്. ഇത്രയും പാർട്ടാണ് പ്രധാനമായിട്ടും ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ next we have to talk about research hypothesis. It's a predictive statement. It's capable of being tested by scientific method. ഒരു ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്യാണ്. അതിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്യുക. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു G.A. ലൻബർഗ് അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ഇറ്റ്സ് എ ടെൻറ്റേറ്റീവ് ജനറലൈസേഷൻ ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റഡ് എന്നുള്ളതാണ്. ഒരു ഹഞ്ച് ഓർ guess or imaginative idea which becomes the basis for action or investigation. ഈ ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിസർച്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പോത്തസിസ്? ഇറ്റ് ഷുഡ് ബി എംപരിക്കലി ടെസ്റ്റ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഇതിൽ തന്നിട്ടുള്ള കാര്യം, ഹൈപ്പോത്തസിസിലൂടെ മെൻഷൻ ചെയ്യുന്ന കാര്യം നമുക്ക് സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിരിക്കണം, റിലവൻ്റ് ആയിരിക്കണം, പ്രഡിക്റ്റബിൾ ആൻഡ് മാനേജബിൾ. ദെൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തസിസ്? ഇറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി ടു ദ റിസർച്ച് പ്രോബ്ലം. നമ്മൾ എപ്പോഴും റിസർച്ച് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് remember one thing, it should be relate our research problem and it provides a study with focus. ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് വാട്ട് സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് എ റിസർച്ച് പ്രോബ്ലം ആർ to investigate, and it indicates what data is to be collected and what not to be collected. ഏത് തരം ഡാറ്റയാണ് റിസർച്ചിന് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് എൻഹാൻസ് the objectivity of the study. It formulates the theory. It enables to conclude with what is true and what's false. Then importance of research hypothesis. It give a correct direction to our research. ഏതാണ് യഥാർത്ഥത്തിൽ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായ ഡയറക്ഷൻ നമുക്ക് റിസർച്ച് ഹൈപ്പോത്തസിസിലൂടെ റിസർച്ചിൽ ഏത് ഭാഗത്തേക്കാണ് ഈ സ്റ്റഡി നയിക്കപ്പെടേണ്ടതെന്ന് മനസ്സിലാവും. ആൻഡ് ഇറ്റ് സ്പെസിഫൈസ് ദ ഫോക്കസ് ഓഫ് ദി റിസർച്ചർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ടെക്നിക്സ് ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ബ്ലൈൻഡ് റിസർച്ച് ആൻഡ് it ensures accuracy and precision, and it saves resources, money, energy and time. Then there are different types of hypothesis are there. Simple hypothesis, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള when an hypothesis shows the relation between two variables, one independent variable and one dependent variable, that's called a simple hypothesis. So what is complex hypothesis? It shows the relationship between more than two variables. Then working hypothesis is accepted to test and working on a research. And alternative hypothesis means it is proved if the working hypothesis is proved wrong or to be rejected, another hypothesis formulate to be tested to generate results.
അപ്പോൾ രണ്ട് ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ സ്റ്റഡിയിൽ ഡെവലപ്പ് ചെയ്യുക. അതിൽ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യാണ്, റോങ് ഓർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പോത്തിസിസ് വരും. അതാണ് എന്ത് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിനോട്ടഡ് ബൈ H1 എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. It expresses no relationship between variables. ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പെൻഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല എന്ന് കാണിക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H0 എന്നാണ് എഴുതുക. H0 നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഇസ് ടു ബി ടെസ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലൈക്ക് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പോത്തിസിസിനെ എന്ത് പറയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ദെൻ ലോജിക്കൽ ഹൈപ്പോത്തിസിസ്. The hypothesis can be logically verified is termed as logical hypothesis. Then research in an evolutionary perspective. It's an human activity, as we know it's an human activity, and it's an intellectual process because we have to discover some new facts. So research is a studious inquiry or a systematic investigation of some phenomena or series of phenomena by the experimental method. ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ളതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സ്റ്റുഡിയസ് ആയിട്ടുള്ള എൻക്വയറിയാണ് എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ചാൾസ് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ കണ്ടത്, ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ആർക്കിമിഡിസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്, ആര്യഭട്ട 0 ഡിജിറ്റ് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്, CK പ്രഹ്ലാദ്, ഹാമൽ അവരൊക്കെ കോർ കോമ്പിറ്റൻസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ മാക്കാർത്തിയുടെ 4 Ps ഉണ്ട്. ഇതിൻ്റെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല, സ്റ്റിൽ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാതറിങ് ഇൻഫോർമേഷൻ, റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്യാതറിങ് ഓഫ് എവിഡൻസ് ഓർ ഇൻഫോർമേഷൻ ഫോർ അസേർട്ടൈനിങ് ആൻ അസംഷൻ ഓർ വെരിഫൈങ് സം ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുന്നതാണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് നമുക്ക് പ്യുവർലി ന്യൂ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് എന്തിൻ്റെങ്കിലും തുടർച്ചയായിരിക്കും. ഏതെങ്കിലും ഒരു അവസാനിക്കാത്തൊരു പഠനത്തിൻ്റെ, മുൻപ് നടന്നൊരു പഠനത്തിൻ്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് പുതിയ റിസർച്ചുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ദെൻ റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്. തിയറി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിലേഷൻ എമംഗ് കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന അതാണ് എന്ത്, സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. The theory has twofold, to organize and to communicate. കുറേ ഡാറ്റ ഇൻഫോർമേഷനെ ഓർഗനൈസ് ചെയ്തിട്ട് ക്ലിയർലി അതെന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് എ റിസർച്ച്, ദ ഡ്യൂട്ടി ഓഫ് എ റിസർച്ച് എന്ന് പറയുന്നത് ഹി ഷുഡ് ഗോ ത്രൂ ഓൾ ദി റിലവൻറ്റ് തിയറീസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് റിസർച്ച്. റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, ഒരു റിസർച്ച് തുടങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു റിസർച്ചറുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ എന്ത് ചെയ്യുക, ഇയാൾ മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹി ഈസ് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഓഫ് ദി റിസർച്ച്. അറിയാലോ, നമ്മുടെ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പിക്കിലല്ല, ടോപ്പിക്ക് നമ്മൾ എഴുതിക്കൊണ്ടല്ല റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. കാരണം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തിനുള്ള സ്കോപ്പുള്ളൂ, റിസർച്ചിനുള്ള സ്കോപ്പുള്ളൂ. എപ്പോഴാണോ നമ്മളൊരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ദെൻ ഓൺലി വി ക്യാൻ സ്റ്റാർട്ട് അവർ റിസർച്ച്. ഓക്കെ, ദെൻ തിയറി ഹാവ്സ് ടു ടെസ്റ്റ് ദി ഹൈപ്പോത്തിസിസ് ആൻഡ് ഇറ്റ്സ് പ്രൊവൈഡ്സ് എ കോൺസെപ്ച്വൽ മോഡൽ and it summarizes what is already known about the object of study. Then it helps for selecting the variables required for the study.
ഒരു സംഭവം, ഒരു പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ കോൺസെപ്റ്റ്സും വേരിയബിൾസും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ദർ ആർ ലോട്ട് ഓഫ് വേരിയബിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് സ്റ്റഡി. പക്ഷേ നമ്മുടെ പെർട്ടിക്കുലർ റിസർച്ചിൽ ഏതെല്ലാം വേരിയബിൾസ് അല്ലെങ്കിൽ ഒക്കെ എടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഏതൊക്കെ തിയറിയൊക്കെയാണ് എടുക്കുന്നത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേരിയബിൾസ് ഐഡൻറ്റിഫിക്കേഷൻ, വേരിയബിൾ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ഫോർ ദ ഫാക്ട്സ് ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു ഗ്യാപ്പ് ഇൻ അവർ നോളേജ്. നിലവിൽ ഇതുവരെ എന്തെല്ലാം സ്റ്റഡികൾ നടന്നു അതിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോൾ ഇനി നമ്മൾ എന്താണ് പുതിയ ഏരിയ, പെർട്ടിക്കുലർ ഏരിയ ഓഫ് റിസർച്ച്, ഇത് തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും തിയറി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് തിയറി ബിൽഡിംഗ്? ഫസ്റ്റ്, തിയറി ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. കുറേ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള ഒരു സെറ്റ്, എന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഓൺഗോയിങ് കമ്പാരിസൺ ബിറ്റ്വീൻ തിയറി ആൻഡ് ഡാറ്റ ആൻഡ് കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻ ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. തിയറി ബിൽഡിങ്ങിൽ നിലവിലുള്ള തിയറി അതിലേക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് മോഡിഫിക്കേഷനാണ്. അപ്പോൾ നിലവിലുള്ള തിയറിയിൽ തന്നെ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ പുതുതായിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ തിയറി ബിൽഡിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് നോളേജ് ആയിരിക്കാം ഓർ ഡിസ്കവറി ഓഫ് ട്രൂത്ത് ആയിരിക്കാം. ദെൻ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ തിയറി. Induction reason is a method of drawing conclusion by going from specific to the general. ഒരു സ്പെസിഫിക്കായ ഒരു കാര്യത്തിൽ നിന്നും അതിനെ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് എന്ത് പറയുന്നത്, ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇൻഡക്ഷനും ഡിഡക്ഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, സോക്രട്ടീസ്. അദ്ദേഹം ഒരു ഗ്രീക്ക് സിറ്റിസണാണ്. ആൻഡ് നമുക്കറിയാം മോസ്റ്റ് ഗ്രീക്സ് ഈറ്റ് ഫിഷ്. എല്ലാ ഗ്രീക്സുകാരും എന്ത് ചെയ്യാറുണ്ട്, പൊതുവായിട്ട് ഗ്രീക്കിലുള്ളവരൊക്കെ ഫിഷ് കഴിക്കുന്നുണ്ട്. സോക്രട്ടീസ് ഒരു ഗ്രീക്കുകാരനാണ്. മിക്കവാറും എല്ലാ ഗ്രീക്കുകാരും എന്ത് ചെയ്യാറുണ്ട്, ഫിഷ് കഴിക്കാറുണ്ട്. സോക്രട്ടീസ് ഒരു ഗ്രീക്കുകാരനായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫിഷ് കഴിച്ചിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സോക്രട്ടീസ്. സോ വി സ്റ്റാർട്ട് ഫ്രം എ സ്പെസിഫിക് പോയിന്റ്. ദെൻ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞ എങ്ങനെയാണ്, ഗ്രീക്കുകാരൊക്കെ ഫിഷ് കഴിക്കുന്നുണ്ട്. സോക്രട്ടീസ് ഒരു ഗ്രീക്കുകാരനായതുകൊണ്ട് അദ്ദേഹം ഫിഷ് കഴിക്കുന്നു. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു, ഗ്രീക്കുകാരെല്ലാം ഫിഷ് കഴിക്കുന്നു എന്നുള്ള അതിനെ ജനറലൈസ് ചെയ്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ. ഒരു സ്പെസിഫിക് ടു ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ എന്ത് പറയാം, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ ഒബ്സർവേഷൻ ഫ്രം എംപെരിക്കൽ ജനറലൈസേഷൻ ആർ മെയ്ഡ്. ദീസ് ജനറലൈസേഷൻ ക്യാൻ ഫ്രം ദി ബേസിസ് ഫോർ തിയറി ബിൽഡിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടോക്ക് അബൌട്ട് ദി ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ബിഗിനിങ് വിത്ത് എ സെറ്റ് ഓഫ് തിയറീസ് ഓഫ് തിയറി. ഇനി ഡിഡക്ഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ തിയറിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടോപ്പിൽ നിന്ന് ടോപ്പ് ഡൗൺ എന്നുള്ള അപ്രോച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡിഡക്ഷനിൽ വരുന്നത്. അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള ഒരു ഇതാണ് ഏതിൽ വരുന്നത്, ഡിഡക്ഷനിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡിഡക്ഷൻ ഇതിൻ്റെ ഇൻഡക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പറഞ്ഞു തരാം. ഇപ്പോൾ ഓൾ മാനേജേഴ്സ് ആർ ഹ്യൂമൻ ബീങ്സ്. എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ്. രവി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഹി ഈസ് എ മാനേജർ. അങ്ങനെയാണെങ്കിൽ രവി ആരായിരിക്കും? വി ക്യാൻ ഡെഡ്യൂസ് ദാറ്റ് രവി ഈസ് എ ഹ്യൂമൻ ബീങ്. എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ്. രവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാനേജറാണ്. സോ രവി ഈസ് എ ഹ്യൂമൻ ബീങ്.
ജനറലൈസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞത് എന്താണ്? എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ്. അതിൽ നിന്ന് നമ്മൾ ആരിലേക്ക് എത്തി? രവി എന്നൊരു പെർട്ടിക്കുലർ പേഴ്സണിലേക്ക് എത്തി അല്ലേ, സ്പെസിഫിക് ആയി. അപ്പോൾ ജനറൽ നിന്ന് സ്പെസിഫിക് ആണെങ്കിൽ എന്ത് പറയും? ഡിഡക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ, മുകളിൽ നിന്ന് താഴോട്ട്. ഇനി ഡൗൺ ടു ടോപ്പ് അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഇൻഡക്ഷൻ എന്ന് പറയാം. ദെൻ what are the difference between induction and deduction? Induction is the process of reasoning that moves from specific to broader, while in case of deduction start from general to specific. Then induction involves moving from specific to general, here general to specific. It involves in case of induction it involves a bottom up approach, here it's a top down approach. Inductive reasoning, the truth of premises doesn't necessarily guarantee the truth of conclusion. ഇവിടെ conclusion to be true if the premises are true. Then സാധാരണ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇൻഡക്ഷൻ തിയറീസാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. കാരണം ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എന്താണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പോൾ റിയൽ ലൈഫിലുള്ള സിറ്റുവേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഡിഫിക്കൽട്ടാണ് അത് എന്താ പറയുക ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് കൺസ്ട്രക്റ്റ് ആൻഡ് കോൺസെപ്റ്റ്? Construct is an abstract concept that is specifically chosen to explain a given phenomena. Broad concepts or topics ഇനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രക്ട്സ് എന്ന് പറയാം. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറേ കോൺസെപ്റ്റ്സുകൾ ചേർന്നാണ് എന്ത് വരുന്നത്? ഈ കൺസ്ട്രക്റ്റ് വരുന്നതെന്നുള്ള. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോൺസെപ്റ്റ് എന്ന് നോക്കാം. കോൺസെപ്റ്റ്സ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് തിയറി ബിൽഡിംഗ്. തിയറി ബിൽഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ് യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിൽ നോക്കി നോക്കൂ. ഇവിടെ ഒരു ജോബ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെയാണ് എന്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്? ജോബ് കോമ്പിറ്റൻസ്. നോളേജ് ഉണ്ട്, നോളേജ് കൂടിയാൽ ജോബ് കോമ്പിറ്റൻസ് കൂടും. നോളേജ് കുറഞ്ഞാലോ ജോബ് കോമ്പിറ്റൻസ് കുറയും. സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ജോബ് കോമ്പിറ്റൻസിന് മാറ്റം ഉണ്ടാവും. കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ വരും. കൂടുതലോ കുറയുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ കുറേ കോൺസെപ്റ്റ്സുകൾ ചേർന്ന് എന്ത് വരും? കൺസ്ട്രക്റ്റ് ഡെവലപ്പ് ചെയ്യും. ദെൻ ദർ ആർ 3 types ഓഫ് കൺസ്ട്രക്ട്സ്: ഹൈപ്പോത്തറ്റിക്കൽ, ഐഡിയൽ ടൈപ്സ്, ദെൻ കൺസ്ട്രക്ഷൻസ്. വാട്ട് ഈസ് hypothetical? Concepts that are hypothesized to exist but cannot be directly observed. നമുക്ക് ചില അനുമാനങ്ങൾ മാത്രമാണ്, നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇൻറ്റേർണൽ മീഡിയംസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീവ്സ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ഫീൽ ദാറ്റ്, അല്ലേ? ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് അയാളുടെ പ്രവർത്തനങ്ങളിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഐഡിയൽ ടൈപ്സ്. ഇറ്റ്സ് ആൻ ഐഡിയൽ സ്റ്റേറ്റ് ഓർ ടൈപ്പ്. ലിബറൽ ആണോ, കൺസർവേറ്റീവ് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ. ദെൻ കൺസ്ട്രക്ഷൻസ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കോൺസെപ്റ്റ്സ് or constructs created by the scientists for the purpose of explanation and prediction. പ്രഡിക്ഷന് വേണ്ടി, എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പിനേഷൻ, കോൺസെപ്റ്റ്സുകളുടെ കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്? കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. ദെൻ വാട്ട് ഈസ് പ്രൊപ്പോസിഷൻ? Proposition is a statement which about observable phenomena that may be judged as true or false. കോൺസെപ്റ്റ്സുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. Theories are composed of proposition and which shows the relationship among elements, concepts or attributes of one or more concepts. Proposition allow us to understand concepts and relate and integrate them into theory. Then next we have to discuss about operational definition.
What is operational definition? It identifies one or more specific observable conditions or events and tells the researcher how to measure that events. ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഇവൻസിനെ, റിസർച്ചിലുള്ള ഇവൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഇവൻസൊക്കെ മെഷർ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതാണ് ഇത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. W. Edwards Deming ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇറ്റ്സ് എ പ്രൊസീജിയർ അഗ്രീഡ് അപ്പോൺ ഫോർ ട്രാൻസ്ലേഷൻ ഓഫ് കോൺസെപ്റ്റ് ഇൻ ടു മെഷറബിൾ ഓഫ് സം കൈൻഡ്. നമ്മുടെ കോൺസെപ്റ്റ്സുകൾ അത് ക്വാളിഫയബിൾ ആയിരിക്കും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ന്യൂമറിക്കൽ ഫോമിലായിരിക്കില്ല, അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാക്കിയിട്ട് മെഷർ ചെയ്യുന്ന ഇതാണ് എന്ത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത് ഇൻഡക്ഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്, ഇൻഡക്ഷൻ ഡിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ.